സ്വർഗത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിൽ. സഭാപ്രസംഗി 5-ാം അധ്യായം 1 മുതൽ 10 വരെ. ധ്യാനത്തിനായിട്ട് 3-ാം വാക്യം. കഷ്ടപ്പാടിൻ്റെ ആധിക്യം കൊണ്ട് സ്വപ്നവും വാക്കുവരുപ്പം കൊണ്ട് ഭോഷൻ്റെ ജൽപ്പനവും ജനിക്കുന്നു. മരിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക, മരണത്തിൻ്റെ മണിനാദം കേൾക്കാൻ കാത്തുകിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിശയോക്തിപരമായ പ്രസ്താവനയായി തോന്നാം. എന്നാൽ 30-കാരിയായ എവലിനെ സംബന്ധിച്ചിടത്തോളം ഇത് 100% സത്യമായിരുന്നു. നട്ടലിൻ്റെ ഒരു ശസ്ത്രക്രിയയെ തുടർന്ന് എവലിൻ ശരീരം മുഴുവൻ തളർന്ന് കിടപ്പിലായി. കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് നേരിട്ട വൈകല്യം നിമിത്തം ഒരു വസ്തു 2ആയി മാത്രമേ കാണുമായിരുന്നുള്ളൂ. അവൾക്ക് ശബ്ദം പുറത്തേക്ക് വരാതെ തടസ്സപ്പെട്ടു. ഇങ്ങനെ നിത്യ ശയ്യാവലംബിനിയായി കഴിയുന്നതിൽ ഭേദം മരിക്കുകയാണെന്ന് എവലിൻ വിചാരിച്ചതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ. തൻ്റെ കുട്ടിക്കാലത്ത് ഹക്കിൻബറി എന്ന പർവ്വത പ്രദേശത്ത് താമസിച്ചിരുന്നത് എവലിൻ ഓർത്തു. ആൾത്തിരക്കില്ലാത്ത ഒരൊഴിഞ്ഞ കോണ്, ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന പൈൻ മരങ്ങളുടെ പച്ച തലപ്പുകൾ സൃഷ്ടിക്കുന്ന നീലിച്ച പശ്ചാത്തലം, തണുത്ത തെളിനീരുമായി തുള്ളിച്ചാടി വരുന്ന മനോഹരമായ അരുവികൾ. 1/2 മൈൽ അകലെ ഗ്രാമീണർ പാർക്കുന്നുണ്ട്. സമാധാനത്തെ കുടിയിരുത്താനായി ശാന്തസുന്ദരമായ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അവിടെ പോയി കിടന്ന് സമാധാനമായി മരിക്കാമെന്ന് എവലിൻ വിചാരിച്ചു. തൻ്റെ ആഗ്രഹം ഹതഭാഗ്യയായ എവലിൻ അമ്മയോട് പറഞ്ഞു. റോളിൻസ് കോളേജിലെ ഒരു അധ്യാപികയായ മിസ്സിസ് ഹെയ്ൻസ് മകളുടെ താല്പര്യമനുസരിച്ച് ഹക്കിൻബറി പർവ്വത പ്രദേശത്ത് പോയി താമസിക്കാൻ തീരുമാനിച്ചു. നേരത്തെ അവർ അവിടെ ഒരു സമ്മർ സ്കൂൾ നടത്തിയിരുന്നു. ആ കെട്ടിടവും സ്ഥലവുമെല്ലാം വിറ്റു. പിന്നീട് ആ സ്ഥാപനം അധപ്പതിച്ചു പോയി. അതേ കെട്ടിടം തന്നെ അവർ വാങ്ങി, അവിടെ താമസമാക്കി. പണമോ വേണ്ടത്ര ജീവിത സൗകര്യങ്ങളോ അവർക്കുണ്ടായിരുന്നില്ല. എവലിനെ ചെറുവിരൽ പോലും അനക്കാൻ കഴിയുമായിരുന്നില്ല. എങ്കിലും ഉന്മേഷചിത്തയായ ആ പ്രൗഢ യുവതി തൻ്റെ മനസ്സുകൊണ്ട് പലതും വിഭാവനം ചെയ്യുകയും തളരാതെ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. സാവധാനത്തിലാണെങ്കിലും അവരുടെ കാഴ്ച നേരെയായി. ശബ്ദവും സാധാരണ നിലയിലായി തീർന്നു. കൈ അനക്കാമെന്നായി. ഒടുവിൽ ഒരു ദിവസം അവർ എഴുന്നേറ്റ് നടന്നു. അതോടൊപ്പം അവരുടെ വിശ്വാസവും ജീവിതവും പുതുക്കപ്പെടുകയും ചെയ്തു. പിൽക്കാലെ വന്ന ചരിത്രകാരന്മാർ, സാഹിത്യകാരന്മാർ, ശില്പികൾ എന്നിങ്ങനെ സൃഷ്ടിപരമായ കലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കുന്ന ഒരു സ്ഥാപനം നടത്തുന്നതിൽ അവർ വ്യാപൃതയായി. ഈ സംഭവകഥ ഒരു സുപ്രധാന യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിച്ചു തരുന്നു. സ്വർഗത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ മോക്ഷത്തിൽ പ്രവേശിക്കാമെന്ന് എല്ലാ ദൈവവിശ്വാസികളും ആഗ്രഹിക്കുന്നുണ്ടാവാം. ജീവിതത്തിൽ ദുഷ്കരങ്ങളായ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അക്കരെ കടന്നാൽ പച്ചയുള്ള പ്രദേശത്തെത്താമെന്ന് വെച്ച് മനുഷ്യൻ അസ്വസ്ഥ ചിത്തനായി ഓടി നടക്കാറുണ്ട്. വല്ല വിധേനയും മരിച്ചാൽ മതിയായിരുന്നു എന്നുവരെ ആഗ്രഹിച്ചു പോകുന്നവരുമുണ്ട്. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കാൻ കഴിയാത്തവരാണ് അപ്രകാരം ആഗ്രഹിച്ചു പോകുന്നത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് എന്ന് യേശുക്രിസ്തു പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഓരോ പ്രശ്നവും ഓരോ വാസസ്ഥലത്തേക്ക് പ്രവേശിക്കാനുള്ള വാതിലായിരിക്കാം. പക്ഷേ ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസവും അർപ്പണവുമാകുന്ന താക്കോൽ കയ്യിലില്ലെങ്കിൽ വാതിൽ തുറക്കാൻ സാധ്യമല്ല. മരണത്തെ എത്തിപ്പിടിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം വാതിൽ തുറന്നു കിട്ടുമെന്ന് വിചാരിക്കരുത്. നമുക്ക് കടന്നു പോകാനുള്ള വാതിലിൻ്റെ താക്കോൽ ദൈവം നമ്മെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് ഓർക്കണമേ. ഒരു മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് അവൻ്റെ ജീവിതം. വെളിപ്പാട് പുസ്തകം 3:20. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.